ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാമൊക്കെ എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്, ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഒരു മറുനാടൻ കുടുംബത്തിലെ കൊച്ചുമിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്നതാണ് പാഠഭാഗത്തിൻ്റെ പേര്. പ്രിയപ്പെട്ട സവി, വല്ലപ്പോഴുമാണെങ്കിലും നിന്റെ കത്തുകൾ എനിക്കെപ്പോഴും ആവേശമാണ്. കത്തെഴുത്തു തന്നെ ഇല്ലാത്ത ഇക്കാലത്ത് നീ അയക്കുന്ന നീണ്ട കത്തുകൾ ഞാൻ പലതവണ വായിക്കും. അപ്പോഴെല്ലാം നമ്മുടെ സ്കൂൾ കാലം ഓർക്കും. ചിരിയും ചിലപ്പോൾ കരച്ചിലും വരും. കേരളത്തിൽ നിന്ന് പോയിട്ടും നീ മലയാളം മറന്നില്ലല്ലോ എന്ന് സന്തോഷിക്കും. ഇത്തവണ എൻ്റെ ജോലി വിശേഷങ്ങൾ നിന്നോട് പറയാമെന്ന് കരുതുന്നു. നിനക്കും അത് ഇഷ്ടമാവുമല്ലോ. നിനക്കറിയോ, നമ്മളെപ്പോലെ കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുടെ മലയാളം ടീച്ചറാണ് ഞാനിപ്പോൾ. പഠിച്ച ഹൈസ്കൂളിലും അടുത്തുള്ള മറ്റൊരു സ്കൂളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട്. അത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഞാൻ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്നോട് ആദ്യം മിണ്ടിയ കുട്ടി നീയായിരുന്നല്ലോ. 4ാം ക്ലാസ് വരെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച എനിക്ക് ചെറിയ ക്ലാസ് മുതലേ കേരളത്തിൽ പഠിച്ച നിങ്ങളെക്കാൾ വിഷമമായിരുന്നു മലയാളം പഠിക്കാൻ. നിങ്ങളെല്ലാം പറയുന്നത് പോലെ മലയാളം പറയാൻ എനിക്കന്ന് എന്തൊരു കൊതിയായിരുന്നു. മലയാളി കുട്ടികൾ കലപില വർത്തമാനം പറയുമ്പോൾ കണ്ണും മിഴിച്ചു പോയിരുന്നു. മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എനിക്ക് വലിയ സഹായമായത്. മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് നീ സ്കൂൾ വിട്ടത് ശരിക്കും സങ്കടമായി. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിത്രം വരയ്ക്കാനും മോഡലുകൾ ഉണ്ടാക്കാനും പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇഷ്ടമുള്ളവരായിരുന്നു. അങ്ങനെ വരച്ച ചിത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിത്രകഥകൾ ഉണ്ടാക്കി. വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും ഒക്കെ ഉണ്ടാക്കി അവയെക്കുറിച്ച് എഴുതി. വർക്ക് എക്സ്പീരിയൻസിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തു നോക്കി, പരിശീലിച്ചു. എനിക്ക് തുണി കൊണ്ട് കുപ്പായങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിലായിരുന്നു താല്പര്യം. അതോടൊപ്പം പലതരം പെയിന്റിംഗ് വർക്കുകളും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചെടുത്തു. പ്രവൃത്തി പരിചയമേളകളിൽ ഞങ്ങൾ സ്കൂളിന് വേണ്ടി വളരെയധികം സമ്മാനങ്ങൾ നേടിയതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു കുളിര്. കുട്ടികളെ ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ ആവേശമായിരുന്നു അന്ന്. അതിപ്പോഴും തുടരുന്നുണ്ട്. സ്കൂളിൽ വന്നിരുന്ന അതിഥികൾക്കെല്ലാം ഞങ്ങൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളാണ് ഉപഹാരമായി കൊടുത്തിരുന്നത്. അതിലധികവും ഞാനുണ്ടാക്കിയതായിരുന്നു. 9ൽ പഠിക്കുമ്പോൾ തയ്യൽ പണിയിലുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിത്തന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അന്നുണ്ടായ ഒരു സന്തോഷം. പഴയ തുണികൾ വെട്ടിത്തുന്നിക്കൊണ്ട് തയ്യൽ പണിയിലേക്ക് ഇറങ്ങിയത് അന്നു മുതലാണ്. ഒരു തൊഴിൽ ചെയ്താൽ വാപ്പച്ചിയെ സഹായിക്കാനാവുമെന്ന് എനിക്ക് തോന്നിയതും അങ്ങനെയാണ്. മറ്റു കുട്ടികളെ പോലെ +1 ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു വാപ്പച്ചിക്കും ഉമ്മയ്ക്കും ആഗ്രഹം. എന്നാൽ ഒരു തൊഴിൽ പരിശീലിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെയാണ് പോളിടെക്നിക്കിൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നത്. ഇക്കാര്യം നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. ഫാഷൻ ഡിസൈനിങ്ങിൽ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെയും പഠിക്കാൻ കൊതിയായി. തുടർന്ന് +2 പോയി. അതുകഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കുകയാണിപ്പോൾ. ഫാഷൻ ഡിസൈനിങ് ജോലികൾക്ക് പറ്റുന്ന ഒരു പുതിയ തയ്യൽ മെഷീൻ കൂടി ടീച്ചർ വാങ്ങിത്തന്നു. സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈനുകൾ ചെയ്തുണ്ടാക്കലും ഒക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും. സവി, എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. കുടുംബത്തിനു വേണ്ടി ചിലത് ചെയ്യാനൊക്കുന്നു എന്ന സന്തോഷത്തിലാണിപ്പോൾ. അതിലൂടെ അത്യാവശ്യം വരുമാനവുമുണ്ട്. വാടകയുൾപ്പെടെ വീട്ടുചെലവുകൾക്കും അനിയന്മാരുടെ പഠനത്തിനും എൻ്റെ വരുമാനം പ്രയോജനപ്പെടുന്നു എന്നത് വലിയ സന്തോഷമല്ലേ? പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിലൊതുങ്ങിയിരിക്കുന്നതിലല്ല സുഖവും സന്തോഷവും. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം. ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനുമെല്ലാം അവസരമുണ്ട്. പഠനത്തിനൊപ്പം ചില തൊഴിലുകൾ കൂടി ചെയ്യുന്നവരായി ഇവിടുത്തെ പെൺകുട്ടികൾ മാറിയാൽ നന്നാവുമെന്ന് തോന്നാറുണ്ട്. ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകണം, സ്വന്തമായി ഒരു കട തുടങ്ങണം, പിന്നെ ഒരു വീട്. അതൊക്കെയാണ് ആഗ്രഹം. ഇതിനെല്ലാം എൻ്റെ ജോലി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. എഴുതി ഇതൊരു നീണ്ട കത്തായി. നിനക്കും വീട്ടിലുള്ളവർക്കും സുഖം തന്നെയല്ലേ? സവി, നീ ഇടയ്ക്കെല്ലാം എഴുതണേ. നിന്റെ ദറക്സ പർവീൻ.
അപ്പോൾ ദറക്സ പർവീൻ എന്ന് പറയുന്ന അന്യ സംസ്ഥാനത്തുള്ള ഒരാളാണ് അല്ലേ, ഒരു പെൺകുട്ടിയാണ്. നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിച്ചു, ഫാഷൻ ഡിസൈനിങ് പഠിച്ചു, സ്കൂളുകളിൽ മലയാളം അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിലൂടെ പറയുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ പഠനത്തിനോടൊപ്പം എന്തെങ്കിലും ഒരു കൈത്തൊഴിലും കൂടെ പഠിക്കണം എന്നുള്ള വലിയ സന്ദേശം കൂടെ നൽകുന്നുണ്ട്. മാത്രമല്ല മലയാളം ഭാഷയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഇതാണ് പാഠഭാഗം. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക്. ആദ്യത്തെ പ്രവർത്തനം കണ്ടെത്താൻ പറയാം എന്ന പ്രവർത്തനമാണ്. ദറക്സക്ക് മലയാളത്തിനോട് താല്പര്യമുണ്ടാക്കിയ ഘടകങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് ദറക്സക്ക് മലയാളത്തിനോട് താല്പര്യമുണ്ടായത്? മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ദറക്സക്ക് സഹായകമായത്. മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും പ്രേരിപ്പിച്ചത് സ്കൂളിലെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, സ്കൂളിൽ ദറക്സ എന്തെല്ലാം പണികളാണ് ചെയ്തു പരിശീലിച്ചത്? എന്തൊക്കെയായിരുന്നു? പല നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കി പരിശീലിച്ചു. പലതരം പെയിൻറ്റിങ് വർക്കുകളും എംബ്രോയിഡറിയും എല്ലാം പഠിച്ചെടുത്തു. കൗതുക വസ്തുക്കൾ നിർമ്മിച്ച് സ്കൂളിൽ വരുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകിയിരുന്നു. തുടർന്ന് തയ്യൽ പണിയും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ദറക്സ സ്കൂളിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, എനിക്കിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. ദറക്സ ഇങ്ങനെ പറയാൻ എന്താവും കാരണം? എന്തെല്ലാമാണ് അവളുടെ പ്രതീക്ഷകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? കാരണം പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തുണ്ടാക്കലും യൂണിഫോം തയ്ക്കലും ഒക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാനാവുമെന്ന് ദറക്സ വിശ്വസിക്കുന്നു. ഇനി നാലാമത്തെ ചോദ്യമാണ്, കേരളത്തിൻ്റെ സവിശേഷതകളായി ദറക്സ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയായിരുന്നു? പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം എന്ന് ദറക്സ പറയുന്നു. ഇവിടെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനുമുള്ള അവസരങ്ങളുണ്ടെന്നും ദറക്സ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ദറക്സ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. മറക്കില്ലൊരിക്കലും. അന്നുണ്ടായ ഒരു സന്തോഷം. സ്വന്തമായി തയ്യൽ മെഷീൻ കിട്ടിയ ദിവസത്തെക്കുറിച്ച് ദറക്സ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. അന്ന് ദറക്സ എഴുതാനിടയുള്ള ഡയറി എഴുതി നോക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് എന്തൊക്കെയായിരിക്കും ദറക്സ ചിന്തിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ വികാരങ്ങളായിരിക്കും ദറക്സ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഡയറിയിൽ എഴുതേണ്ടത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ തീയതി ഉണ്ടായിരിക്കണം, ദിവസം കൂടെ എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ വലതു ഭാഗത്ത് തീയതിയും അതുപോലെ ഇടതു ഭാഗത്ത് തീയതിയും ദിവസവും നിങ്ങൾ എഴുതുക. എന്നിട്ട് ഇങ്ങനെ തുടങ്ങാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന മംഗളബായി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിത്തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. PTA പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചേർന്നാണ് എനിക്കിത് സമ്മാനിച്ചത്. എല്ലാവരും എന്നെ പുകഴ്ത്തി സംസാരിച്ചത് കണ്ണീരോടെ അല്ലാതെ കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. തയ്യൽ മെഷീൻ സമ്മാനിച്ച മംഗളബായി ടീച്ചറെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. എനിക്ക് ഇതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേടാനാവുമെന്നും എൻ്റെ പിതാവിനെ സഹായിക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രീതിയിലായിരിക്കും ദറക്സ എഴുതിയിട്ടുണ്ടാവുക അല്ലേ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം കത്തെഴുതാം എന്ന പ്രവർത്തനമാണ്. ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലെത്തി മലയാളം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് മുന്നേറുന്ന യുവതിയാണ് ദറക്സ പർവീൻ. അവളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ എഴുതേണ്ട കത്താണ്. അപ്പോൾ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. കത്തെഴുതുമ്പോൾ സ്ഥലം, തീയതി എന്നിവ കൊടുക്കണം. അതിനുശേഷം പ്രിയപ്പെട്ട ദറക്സ, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഗവൺമെൻറ് UP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. എൻ്റെ പേര് മനു. ചേച്ചിയെക്കുറിച്ച് എൻ്റെ മലയാളം പുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളായി കേരളത്തിലെത്തി മലയാളം പഠിച്ചതിൽ അഭിമാനിക്കാതെ വയ്യ. കൂടാതെ അത്തരം കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുത്തതും അഭിനന്ദാർഹം തന്നെ. ഫാഷൻ ഡിസൈൻ കോഴ്സ് പഠിക്കുകയും സ്കൂൾ യൂണിഫോമും മറ്റു തയ്യൽ ജോലികളും ചെയ്യുന്ന ചേച്ചിയെ എത്രയെത്ര അഭിനന്ദിച്ചാലാണ് മതിയാവുക. ഇത്തരം പ്രവൃത്തികൾ മറ്റു കുട്ടികൾക്ക് പ്രചോദനവും മാതൃകയുമാവും. ചേച്ചിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ മനു. ഏതെങ്കിലും ക്ലാസ്സിൻ്റെ പേരോ സ്കൂളിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഒരു കത്ത് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കിതിലെ അവസാനത്തെ പ്രവർത്തനമാണ് നോക്കാനുള്ളത്. ഇന്നത്തെ തൊഴിലിടങ്ങൾ. ആകെ വിയർത്തു തളർന്നും
പട്ടിണി പാകി വളർത്താൻ പണി ചെയ്തു. ഞങ്ങളുടെ മുത്തശ്ശി വയലാർ എഴുതിയ 2 വരികളാണ് അവിടെ തന്നിട്ടുള്ളത്. ഒരു കാലത്ത് കേരളത്തിലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ദുഃഖകരമായ ഒരവസ്ഥയാണ് ഈ വരികളിൽ തെളിയുന്നത്. ഇന്നും ഈ അവസ്ഥ കേരളത്തിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടോ? യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും മനസ്സിലായ ആശയങ്ങളുടെയും നിങ്ങൾ കൂടുതലായി കണ്ടെത്തിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണം അല്ലേ. അപ്പോൾ കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരു പ്രസംഗം തയ്യാറാക്കി നോക്കാം. അപ്പോൾ പ്രസംഗം എഴുതുമ്പോൾ നമുക്ക് ആദ്യം ഒരു അഭിസംബോധന വേണം അല്ലേ. ആദരണീയരായ അധ്യാപകരെ, പ്രിയ സഹപാഠികളെ. അതിനുശേഷം കേരളത്തിലെ തൊഴിൽ രംഗം കാലാനുസൃതമായ വലിയ മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് കേരളം പ്രധാനമായും കൃഷിയിലും കരകൗശല വൃത്തിയിലും ആശ്രയിച്ചിരുന്നു. നെൽകൃഷി, തെങ്ങിൻ ഉൽപ്പന്നങ്ങൾ, കൈത്തറി മുതലായവയാണ് ജനങ്ങളുടെ മുഖ്യ ജീവിക. ഇന്നത്തെ കേരളം വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും മൂലം സേവന മേഖല, IT, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും തൊഴിലിടങ്ങളിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും തുല്യമായി തൊഴിൽ രംഗത്ത് പങ്കുചേരുന്നുണ്ടെന്നത് അഭിമാനകരമാണ്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിലും കേരളം മാതൃകയായി മാറിയിട്ടുണ്ട്. കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തൊഴിലിടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നവീന ചിന്തയും കഠിനാധ്വാനവും ചേർന്നാൽ ഭാവിയിലെ തൊഴിൽ രംഗം കൂടുതൽ പ്രതീക്ഷാജനകമാകും. നന്ദി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടി പറ്റും. പണ്ട് കുറവ് വേതനമായിരുന്നു, അധിക ജോലിഭാരം ഉണ്ടായിരുന്നു, സുരക്ഷിതമല്ലാത്ത ജോലിസ്ഥലമായിരുന്നു എന്നുള്ള രീതിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 3ാമത്തെ യൂണിറ്റാണ് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.